ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റാണ് ഫോസ്റ്ററിങ് വാല്യൂസ്. ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നതെന്നാണ് കേട്ടോ. എഫക്റ്റീവ് ടൂൾ ടു ഫോസ്റ്റർ വാല്യൂസ് ഇൻ ദ യൂത്ത് ആർ എഡ്യൂക്കേഷൻ, മാസ് മീഡിയ ആൻഡ് വോളണ്ടറി അസോസിയേഷൻസ്. നമ്മുടെ യൂത്തിൽ വാല്യൂസ് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോകാനുള്ള മാർഗ്ഗങ്ങളാണ് വിദ്യാഭ്യാസം, മാസ് മീഡിയ, അതുപോലെ തന്നെ വോളണ്ടറി അസോസിയേഷൻസ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് 1966 എന്ത് പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് ചേഞ്ചസ് വേണമെന്നും വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നും അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE 1986 റെക്കമെൻഡഡ് വേരിയസ് ചേഞ്ചസ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വേണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ ഷുഡ് ഹെൽപ്പ് ടു എലിമിനേറ്റ് ട്രഡീഷണലിസം, റിലീജിയസ് ഫാൻറ്റസിസം ആൻഡ് വയലൻസ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്തിനാണ്? ഷുഡ് ഹെൽപ്പ് ടു എലിമിനേറ്റ്. എന്തായാലും നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് ട്രഡീഷണലിസം, റിലീജിയസ് ഫാൻറ്റസിസം, വയലൻസ് ഒക്കെ ഇല്ലാതാക്കാനായി, എലിമിനേറ്റ് ചെയ്യാനായിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ ഷുഡ് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഷുഡ് ഫോസ്റ്റർ യൂണിവേഴ്സൽ ആൻഡ് എറ്റേണൽ വാല്യൂസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനാണ്? ഷുഡ് ഫോസ്റ്റർ യൂണിവേഴ്സൽ ആൻഡ് എറ്റേണൽ വാല്യൂസ്. ഓക്കെ, വി ആർ നോട്ട് ബോർൺ വിത്ത് വാല്യൂസ് ആർ ഡെവലപ്ഡ് ആസ് ചിൽഡ്രൻ ഗ്രോ. നമ്മളാരും വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ കൊണ്ടല്ല ജനിക്കുന്നത്. വാല്യൂസ് ആർ ഡെവലപ്ഡ് ആസ് ചിൽഡ്രൻ ഗ്രോ. കുട്ടികൾ വളരും തോറും വാല്യൂസ് എന്താണ്? അവർ വാല്യൂസ് പഠിക്കുകയാണ് അല്ലേ? എങ്ങനെ പഠിക്കുന്നത്? ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ വഴി. അതായത് ഫസ്റ്റത്തെ ഏജൻറ്റാണ് ഫാമിലി. ഒരു കുട്ടി ജനിച്ച് വളർന്നിട്ട് പാരൻസിനെ കണ്ടിട്ട് പിന്നെ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് കൂട്ടുകാരെയും സൊസൈറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണ് ഓരോ മൂല്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ഏജൻറ്റാണ് ഫാമിലി. ഫാമിലി ഈസ് ദ പ്രൈമറി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. ഏറ്റവും ആദ്യത്തേതും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയിൽ നിന്ന് എന്താ കിട്ടുക? ഇൻഫോർമൽ രീതിയിലുള്ള ഒരു അറിവാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്കൂൾ ഈസ് ദ സെക്കൻഡ് വൺ. സ്കൂൾ ടീച്ച് കൾച്ചറൽ നോംസ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വേയ്സ്. അതായത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും കുട്ടികൾക്ക് കൾച്ചറൽ നോംസൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സോ മോറൽ സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ്, ലൈഫ് ഹിസ്റ്ററീസ്, പ്ലേസ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്കൂളിൽ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡാണ്. ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ, വലിയ വലിയ ആൾക്കാരുടെയൊക്കെ എന്ത് ചെയ്യുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ ലൈഫ് ഹിസ്റ്ററീസ്, അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നാടകങ്ങൾ വഴി, കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ വഴി കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സ് സെർവ് ആസ് എ റോൾ മോഡൽ. കുട്ടികൾക്ക് ടീച്ചർ റോൾ മോഡൽസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സാണ്. പിയർ ഗ്രൂപ്പ്സ് എന്താ പറയുക, റിലീജിയൻ, മാസ് മീഡിയ, ഇവരെല്ലാവരും നമ്മളെ വാല്യൂ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോസസ് ഓഫ് ഇൻറ്റേർണലൈസേഷൻ. വാല്യൂസ് അറ്റൈനിങ് ചിൽഡ്രൻ യൂസ് മെനി വേയ്സ്. അതായത് കുട്ടികൾ വാല്യൂസ് അറ്റൈൻ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയൽ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അനുകരിക്കൽ വഴി. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. റിവാർഡും പണിഷ്മെൻറ്റും നട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നുള്ളൊരു അറിവ് കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ആരെങ്കിലും നമ്മൾ റിവാർഡ് തരികയാണെങ്കിൽ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം തന്നെ പിന്നെ ചെയ്യാൻ ഉള്ളൊരു ടെൻഡൻസി കൂടില്ലേ. അതാണ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റിൽ പറയുന്നത്. പിന്നെ റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നിൽക്കുന്ന എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിങ്ങനെ അനുകരിച്ച് നോക്കില്ലേ. നമ്മൾ ഇനി ചെറിയ എന്തെങ്കിലും കണ്ടതിന് ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് അതെന്താവും, അത് റോൾ പ്ലേ, നമ്മൾ ആ ഒരു റോളായിട്ട് ഇങ്ങനെ അഭിനയിക്കില്ലേ, അതൊക്കെയാണ്. പിന്നെ ട്രയൽ ആൻഡ് എറർ, അതായത് ചെയ്തിട്ടും തെറ്റുകളിലൂടെയും ഒക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വാല്യൂസ് അറ്റൈൻ ചെയ്യാനായിട്ട് കുട്ടികൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേയ്സ്. ഓക്കെ, ഇനി കാണിക്കാൻ പോകുന്ന ഡയഗ്രാം ആരുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ A.R. സീതാറാം ഓഫ് രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, മൈസൂർ കേട്ടോ. അദ്ദേഹം കാണിക്കുന്നത് വാല്യൂ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇതിൽ പറയുന്നത് വാല്യൂ ഡെവലപ്മെൻറ്റ് അവിടെ രണ്ട് സോഴ്സ് ഉണ്ട്, ഇൻ സ്കൂൾ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ. ഇൻ സ്കൂളിൽ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. പിന്നെ ഔട്ട് ഓഫ് സ്കൂളിൽ ഹോം, പിയേഴ്സ്, മീഡിയ, ഇവരൊക്കെയാണ് സ്കൂളിൻ്റെ പുറത്ത് വാല്യൂ എഡ്യൂക്കേഷൻ നൽകുന്നത്. പിന്നെ എന്താ പറയുന്നത്, കുട്ടികൾക്ക് വാല്യൂസ് കൊടുക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, സ്റ്റോറി ടെല്ലിങ്, പ്രോബ്ലം സോൾവിങ്, ഡ്രാമറ്റൈസേഷൻ. ഓക്കെ, പിന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതായത് കുട്ടികൾക്ക് ഈ വാല്യൂ കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് രീതികൾ എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ, ഓറൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ. ഓക്കെ,
പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് നോളജ്, അറിവ്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലേ, സ്വഭാവത്തിന് നല്ലൊരു ഡെവലപ്മെൻറ്റ്, മോറലായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഇത് പ്രിൻസിപ്പൽ എ ആർ സീതാറാമിൻ്റെ ഒരു ഡയഗ്രാമാണ് വാല്യൂ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് കേട്ടോ. ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡ്സ്. വാട്ട് ആർ ആറ്റിറ്റ്യൂഡ്സ്? ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ മനോഭാവങ്ങളില്ലേ, നമുക്കൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അല്ലേ. ആറ്റിറ്റ്യൂഡ്സ് ആർ ജഡ്ജ്മെൻറ്റ്, ഒപ്പീനിയൻ, സ്റ്റാൻഡ് പോയിൻറ്റ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ തിങ്, സിറ്റുവേഷൻ ഓർ പേഴ്സൺ, ഏത് പോസിറ്റീവോ നെഗറ്റീവ്. അതായത് ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോടോ ഒരു വ്യക്തിയോടോ നമ്മൾ കാണിക്കുന്ന നമ്മളുടെ നിലപാട് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം, വിലയിരുത്തൽ, ഇതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് പേഴ്സൺ. ഓക്കെ. ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. ആൽപോർട്ട് ആൻഡ് സ്റ്റാഗ്നർ പറയുന്നത് അനുസരിച്ചിട്ട് 4 പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? 1. ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് ജനറലൈസ്ഡ് ആറ്റിറ്റ്യൂഡ്സ്. കുറേയേറെ അനുഭവങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് മനസ്സിലൊരു പൊതുവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതാണിത്. 2. ഡിഫറൻഷിയേഷൻ ഓഫ് എക്സ്പീരിയൻസസ്, അതായത് സ്പെസിഫിക് ആറ്റിറ്റ്യൂഡ് ഫോമിങ്. പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കാര്യങ്ങളെ വേർതിരിച്ചിട്ട് കാണാൻ പഠിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ബിസിനസ്സിൽ നല്ല മിടുക്കന്മാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അങ്ങനത്തെയൊക്കെ ഒരു കഴിവ് കേട്ടോ. അതാണ് ഡിഫറൻഷിയേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. 3. ട്രോമ ഓർ ഡ്രമാറ്റിക് എക്സ്പീരിയൻസ്, ഷോക്കിംഗ് എക്സ്പീരിയൻസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ളൊരു അനുഭവങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്നൊരു നെഗറ്റീവ് അതല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കട തീപിടിച്ചിട്ട് നശിച്ചാൽ ഒരു കടക്കാരന് പിന്നീട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ, പഴയ കട നശിച്ചു പോയതാണെങ്കിൽ. അതാണ് ട്രോമ ഓർ ഡ്രമാറ്റിക് എക്സ്പീരിയൻസ്. 4. അഡോപ്ഷൻ ഓഫ് അവൈലബിൾ ആറ്റിറ്റ്യൂഡ്സ്, ഫാമിലി, പിയേഴ്സ്, കമ്മ്യൂണിറ്റി ത്രൂ ഇമിറ്റേഷൻ ഓർ കണ്ടീഷനിങ്. അതായത് നമ്മുടെ മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ട് പഠിച്ചിട്ട് അത് സ്വന്തമാക്കുന്നതാണ്. അതെങ്ങനെ സ്വന്തമാക്കുന്നത്? ഇമിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ കണ്ടീഷനിങ് വഴിയോ ഒക്കെ ആയിട്ടാണ് അത് സ്വന്തമാക്കുന്നത്. അതാണ് അഡോപ്ഷൻ ഓഫ് അവൈലബിൾ ആറ്റിറ്റ്യൂഡ്സ്. ഡെവലപ്പിംഗ് പോസിറ്റീവ് പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണത്? ഓൺ യുവർ ഹാപ്പിനെസ്, അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്യുക? നമ്മൾ തന്നെ ഏറ്റെടുക്കുക. വേറൊരാൾ നമ്മൾ എന്ത് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അയാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? സന്തോഷം നഷ്ടപ്പെടും അല്ലേ. ആക്ട് ആൾവേസ് വിത്ത് പർപ്പസ്, എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ലക്ഷ്യത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യാനും. ലേൺ ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് സെറ്റ് ബാക്സ്, അതായത് തോൽവികളിൽ നിന്നും എന്തെങ്കിലും സെറ്റ് ബാക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കണം പുതിയ കാര്യങ്ങൾ. പ്രാക്ടീസ് സെൽഫ് ലവ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. അവോയ്ഡ് നെഗറ്റിവിറ്റി ആൻഡ് സറൗണ്ട് യുവർ സെൽഫ് ഇൻ പോസിറ്റീവ് സറൗണ്ടിങ്സ്, അതായത് നെഗറ്റിവിറ്റി ഒക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യുക? നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, കൈൻഡ്നെസ്. ഓക്കെ, നന്ദി പറയാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ പഠിക്കുക. കൈൻഡ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. സേ താങ്ക് യു ഫ്രീക്വൻ്റ്ലി, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താങ്ക് യു പറയാൻ ശ്രമിക്കുക. ഗെറ്റ് പ്ലഷർ ഫ്രം സിമ്പിൾ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ബി സ്മൈലിംഗ്, എപ്പോഴും എന്ത് ചെയ്യുക? ചിരിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് മെത്തേഡ്സ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് പേഴ്സണൽ ക്വാളിറ്റീസാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെയും നന്മകളെയും കാണിക്കുന്ന ഗുണങ്ങളാണ് ഇത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ് ഹോണസ്റ്റി, കറേജ്, പൊളൈറ്റ്നെസ്, റെസ്പോൺസിബിലിറ്റി, പേഴ്സിസ്റ്റൻസ്, കോൺഫിഡൻസ്, ലോയാലിറ്റി, സിംപ്ലിസിറ്റി. അതായത് ധൈര്യം, സത്യസന്ധത, ധീരത, പിന്നെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, സിംപ്ലിസിറ്റി, വിനയം, കരുണ, ഇതൊക്കെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്. പേഴ്സണൽ ക്വാളിറ്റീസ് ആർ ഡെവലപ്ഡ് ആൻഡ് നർച്ചേർഡ് ത്രൂ എക്സ്പീരിയൻസ് അല്ലേ. അതായത് അനുഭവങ്ങളിലൂടെയാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുപോകുന്നതൊക്കെ എന്താണ്? നമ്മളുടെ അനുഭവങ്ങളാണ് അല്ലേ. കോർ വാല്യൂസ്, NCERT 1987, universally accepted values by all religion and cultures, abstract and can observed in behavior. NCERT 1987 പ്രകാരം നമ്മളുടെ എല്ലാ റിലീജിയൻസും കൾച്ചേഴ്സും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂസാണ് കോർ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്കിങ്ങനെ തൊട്ട് നോക്കാനൊന്നും പറ്റില്ല, ഇതൊരു അബ്സ്ട്രാക്റ്റ് ആണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ബിഹേവിയർ, ഒരാളുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റുന്നതാണ് കോർ വാല്യൂസ്. 5 കോർ വാല്യൂസാണ് പ്രധാനമായിട്ടുള്ളത്. ട്രൂത്ത്, റൈറ്റിയസ് കണ്ടക്ട്, പീസ്,
ലവ്, നോൺ വയലൻസ്. ഒന്ന് ട്രൂത്ത്. ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺചേഞ്ചിങ് റിയാലിറ്റി, ഇറ്റ് ഈസ് എറ്റേണൽ ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എവരി വൺ, ലൈവ് ട്രൂത്ത്ഫുൾ, എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺചേഞ്ചിങ് റിയാലിറ്റിയാണ്, മാറ്റമില്ലാത്തതാണ്, അതുപോലെ തന്നെ എന്നും നിലനിൽക്കുന്നതാണ്. പിന്നെന്താ പറയുന്നത്, നമ്മൾ മനുഷ്യന്മാരെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡ്രൈവിംഗ് പ്രിൻസിപ്പിളാണ് സത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ പറയുക, എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ, തിരിച്ചറിയലൊക്കെ ട്രൂത്ത്, ഒരാളെ മനസ്സിലാക്കാനൊക്കെ സത്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു കാര്യമാണ് അല്ലേ. കോർ വാല്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റൈറ്റ് ഈസ് കണ്ടക്റ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മം എന്നൊക്കെ പറയും. ട്രൂത്ത് ഇൻ ആക്ഷൻ ഈക്വൽ ടു യൂണിറ്റി ഓഫ് തോട്ട് പ്ലസ് വേർഡ് പ്ലസ് ആക്ഷൻ. അതായത് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പാട് ചേർന്നിട്ട് ഒരു യൂണിറ്റിയാണ് റൈറ്റ് ഈസ് കണ്ടക്റ്റ്. ട്രൂത്ത് ഇൻ ആക്ഷനാണ്. അതായത് സത്യം നമ്മളുടെ എന്താണ്, സത്യം ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ആക്ഷനിൽ അത് ഉണ്ടായിരിക്കണം. അതാണ് റൈറ്റ് ഈസ് കണ്ടക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് വെൽഫെയർ ഓഫ് സെൽഫ് ആൻഡ് വെൽബീയിങ് ഓഫ് ഓൾ, ബിൽഡ് മോറൽ ഡിസിപ്ലിൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ആവണം. ഓക്കെ, ബിൽഡ് മോറൽ ഡിസിപ്ലിൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു അച്ചടക്കം, അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വമൊക്കെ റൈറ്റ് ഈസ് കണ്ടക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് പീസ്. പീസ് എന്താണ്? പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം, ശാന്തി. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ ഇക്വിലിബ്രിയം, അവർ എയിം ആഫ്റ്റർ ഓൾ, ലവ് ആൻഡ് പീസ് ആർ കണക്റ്റഡ്, ഇഫ് ലവ് ബ്ലോക്ക്ഡ് ഇറ്റ് വിൽ റിസൾട്ട് ലോസ് ഓഫ് പീസ്, വെൻ ഫ്ലോ ഓഫ് ലവ് റീസ്റ്റോർഡ് ദെൻ പീസ് റിട്ടേൺസ്. അതായത് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ ഇക്വിലിബ്രിയം. എല്ലാ പ്രശ്നങ്ങളിലും അവസാനം എന്താണ്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തുന്നതാണ് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ എയിം ആഫ്റ്റർ ഓൾ, ഇതിൻ്റെ അവസാനമായിട്ട് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, സമാധാനമാണ്. ലവ് ആൻഡ് പീസ് ആർ കണക്റ്റഡ്. സമാധാനവും ലവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ലവ് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഫ്ലോ ഓഫ് ലവ് ലവിൻ്റെ ഒഴുക്ക് പിന്നെയും തിരിച്ചു വരികയാണെങ്കിൽ സമാധാനം നമുക്ക് പിന്നെയും കിട്ടും. ഓക്കെ, ലവ് ഫോർത്ത് വണ്ണാണ് ലവ് എന്ന് പറയുന്നത്. സുപ്രീം വാല്യൂ അല്ലേ, നമ്മളെ വാല്യൂസിൽ, കോർ വാല്യൂസിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒന്നാണ് ലവ് എന്ന് പറയുന്നത്. ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ഷെയർ ആൻഡ് റിസീവ്. ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനർജിയാണ് അല്ലേ, ഒരു ഊർജ്ജമാണ്. അതെന്താണ്, ദാറ്റ് ക്യാൻ ബി ഷെയർ ആൻഡ് റിസീവ്. നമുക്ക് ഒരാൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഒരാളെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കാനും പറ്റുന്ന ഒന്നാണ് ലവ് എന്ന് പറയുന്നത്. എസെൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ടു ട്രെയിൻ സ്റ്റുഡൻറ്റ് ടു സ്റ്റാർട്ട് സെൽഫ് ലവ് ആൻഡ് ദെൻ ടു ലവ് എവരി വൺ. അതായത് വാല്യൂ എഡ്യൂക്കേഷൻ എസെൻസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കുട്ടികളും ട്രെയിൻ ചെയ്യുക. എന്തിനാണ്, സെൽഫായിട്ട് നമ്മൾ സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വണ്ണാണ് നോൺ വയലൻസ്. നോൺ വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹിംസ. നോട്ട് ഹേർട്ട് അതേഴ്സ് ഇൻ തോട്ട്, വേർഡ്സ് ഓർ ആക്ഷൻസ്. ഒരാളെയും വാക്ക് കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക. ഓക്കെ, യൂണിറ്റി ഓഫ് ഓൾ ലിവിങ് ബീങ്സ്. എല്ലാ മനുഷ്യന്മാരുടെയും ഒരു ഒത്തൊരുമ, എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് നോൺ വയലൻസിൽ ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ട് റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ബഹുമാനം, മനസ്സിലാക്കൽ, ഇതൊക്കെയാണ് നോൺ വയലൻസിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രിവെൻറ്റ് കോൺഫ്ലിക്റ്റ്, തർക്കങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യൽ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, സെൻട്രൽ ടു മെനി ഗ്രേറ്റ് ഫിലോസഫീസ് ആൻഡ് റിലീജിയൻസ്. ഒരുപാട് മതങ്ങളിലും ഫിലോസഫിയിലും ഒക്കെ സെൻട്രൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നോൺ വയലൻസ് എന്നുള്ള കാര്യം.